ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു 2 ആഴ്ച മിച്ചമായി ഇപ്പം വീഡിയോ വന്നിട്ട്. അപ്പോൾ കുറേ ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് ഇന്ന് വീഡിയോ വരുന്നത്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഞാനൊരു ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ചക്കയില്ലേ, ആ ചക്ക നമുക്ക് ഒറ്റ ദിവസം മാത്രമേ കറി വെക്കാൻ വേണ്ടി ചക്കക്കുരു കിട്ടിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒരു ഇത്രയും വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചക്ക ഇതിനൊക്കെ കുറച്ച് ദൂരം പോകണം നമുക്ക് കിട്ടണൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചക്കയൊക്കെ അപൂർവമായിട്ട് ഞങ്ങൾ അന്ന് ഒറ്റ ദിവസം കഴിച്ചുള്ളൂ. അന്ന് ഞാൻ കാണിച്ചില്ലേ. അപ്പം അത് ഇന്ന് ഇത്രയുണ്ട്, ചക്കക്കുരു ഉണ്ട്. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എന്തായാലും കറി വെക്കാൻ തികത്തില്ല. അപ്പോൾ ഇത് ഞാൻ ചായക്ക് ഒന്നുമില്ല, എല്ലാവർക്കും അറിയാം, സിമ്പിളാണ്. എല്ലാവരും പണ്ടെന്നൊക്കെ ഇപ്പം അപൂർവമായിട്ട് ചെയ്യാറുണ്ടാവുള്ളൂ. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നുമില്ല, അടുപ്പിലെ കനലിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? വളരെ കുറച്ച് മതി. മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. ഇതുപോലെ നമ്മൾ കടിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അടുപ്പിലെ കനലിലോട്ട് ഇടാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പം എല്ലാം ഞാൻ കടിച്ചിട്ട് കനലിലോട്ടിട്ട് ചുട്ടിട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ചായ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കനൽ നല്ലപോലെ ആയിട്ടുണ്ട്. ഈ കനലൊന്ന് മാറ്റുക. അതിനുശേഷം നമ്മുടെ ഈ ചക്കക്കുരുവില്ലേ, അതൊക്കെ എടുത്ത് ഇടുക. ഇനിയിപ്പോൾ മൂടി കൊടുക്കുക. അത് വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷം നമുക്ക് അത് കഴിക്കാം. ഞാൻ കാണിച്ചു തരാം. വെന്ത് വന്നതിന് ശേഷം ചായ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഫൈനലി നമ്മുടെ ചക്കക്കുരുവൊക്കെ ചുട്ട് അതിൻ്റെ തൊണ്ടൊക്കെ ഞാൻ കളഞ്ഞു, ചാരയൊക്കെ കളഞ്ഞു. അത് വേഗണം, വെന്ത് കിട്ടിയെങ്കിലാണ് ടേസ്റ്റ്. പിന്നെ ഈ ചക്കക്കുരുവിൻ്റെ ഒരു പ്രത്യേകത വളരെ ചെറുതാണ്. സൈസ് കൂടിയ ചില ചക്കക്കാണ് വെട്ടുവാണെങ്കിൽ വലിയ ചക്കക്കുരു കിട്ടും. ഇത് വളരെ ചെറുതാണ്. നമുക്ക് കറി വെക്കാൻ ചുരണ്ടിയെടുക്കാനും പാടാണ്. അപ്പൊ അങ്ങനെ കിട്ടിയാണ്. അപ്പൊ ഈ ചായ കുടിച്ചപ്പോൾ ഇന്ന് വളരെ കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് കറി വെക്കാൻ പാകത്തിന് തികയത്തില്ല. അപ്പൊ ഞാനത് ചുട്ടിട്ട് ഇതിന്റെ ഇത് ഇങ്ങനെ വെന്ത് വരുമ്പോൾ വേറെ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ അലുമിനിയം പാത്രമോ നല്ല ഓട്ടിന്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മധുരമുള്ള ചക്കക്കുരു വേണം ചുടാനും അങ്ങനെ വറക്കാനൊക്കെ. വറുത്തെടുത്തിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ്. പിന്നെ ചുടുന്നതിന്റെ ടേസ്റ്റ് വേറെയാണ്. ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയ കൂടിയാണിത്. പിന്നെ ഓക്കെ, അപ്പൊ കൂടുതൽ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. പിന്നെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ലെങ്ത് ഒത്തിരി കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പരാതി വന്നായിരുന്നു. അതാണ് ഞാനിപ്പം അധികം ഇങ്ങനെ വളർന്നു കിട്ടാതായിരുന്നു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.